Dear students, in this video we will be discussing the attenuation and pulse dispersion, which are the important characteristics of fiber optics communication. First of all, attenuation എന്ന് പറഞ്ഞാൽ it is a loss of light intensity as it propagates through an optical fiber. It is a loss with respect to distance. Okay. The loss increases with increasing distance. ഡിസ്റ്റൻസ് കൂടുന്തോറും ലോസ് കൂടും. ആ ലോസ് ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് അബ്സോർഷനാണ്. ഓക്കെ, അബ്സോർഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ദ ലോസസ് ആർ ഡ്യൂ ടു ദ ഇംപ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ദ ഫൈബർ ഓർ ഡ്യൂ ടു ദ ഫൈബർ ഇറ്റ് സെൽഫ്. ഓക്കെ, സം കൈൻഡ് ഓഫ് അബ്സോർഷൻ നടക്കുന്നത് ഫൈബർ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഉള്ള ഇമ്പ്യൂരിറ്റീസ്, പലതരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. Impurities are generally transition metal ions like chromium, cobalt, copper, etc. അപ്പോൾ ഇത്തരം മെറ്റൽ അയൺസ് ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു ലേസറിലായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ദ ഇലക്ട്രോൺസ് ഓഫ് ദീസ് മെറ്റീരിയൽസ്, ദ ക്രോമിയം, കൊബാൾട്ട്, കോപ്പർ, അതിലൊക്കെയുള്ള ഇലക്ട്രോൺസ് ഈ ലൈറ്റ് എനർജി ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. പിന്നീട് അത് ഡീ എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. പക്ഷേ ഈ റേഡിയേഷൻ്റെ വേവ് ലെങ്ത് പറയുന്നത് ലേസറിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലേസറിൻ്റെ വേവ് ലെങ്ത് ആയിട്ട് മാച്ച് ചെയ്യുന്ന വേവ് ലെങ്ത് ആയിരിക്കില്ല. അപ്പോൾ സംഭവിക്കുന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഒരു ഭാഗം ട്രാൻസിഷൻ മെറ്റൽസ് അബ്സോർബ് ചെയ്യുന്നു. അതുപോലെയുള്ള മറ്റൊരു ഇമ്പ്യൂരിറ്റിയാണ് ഹൈഡ്രോക്സിൽ, OH അയോൺസ്. ഇത് ലാർജ് എമൗണ്ട് ഓഫ് എനർജി, ഫോട്ടോൺ എനർജി അബ്സോർബ് ചെയ്യുന്ന ഒരു ഇമ്പ്യൂരിറ്റിയാണ്. അതുപോലെ തന്നെയാണ് ഫൈബർ നിർമ്മിച്ചിരിക്കുന്ന സിലിക്ക മോളിക്യൂൾ, അതിനും ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് ചെറിയ തോതിൽ. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ഇൻട്രിൻസിക് അബ്സോർഷൻ. അതായത് ഫൈബർ ഇറ്റ് സെൽഫ് അബ്സോർബ് ചെയ്യുന്നതിനാണ് ഇൻട്രിൻസിക് അബ്സോർഷൻ എന്ന് പറയുന്നത്. നൗ ദർ ഈസ് സ്കാറ്ററിങ് ലോസസ്. അപ്പം ഒരു ലൈറ്റ് ഫൈബർ ഒപ്റ്റിക്സിലൂടെ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് സ്കാറ്ററിങ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്കാറ്ററിങ് നടക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇൻഹോമോജിനിറ്റി ഇൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫൈബർ. ഇൻഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ ഫൈബർ നിർമ്മിച്ചിരിക്കുന്ന, അതായത് കോറിൽ ഒരേ തരത്തിൽ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരേണ്ടത്. ഇപ്പം സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആണെങ്കിൽ ഒരേ തരത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് വരേണ്ടത്. പക്ഷേ അതിന് പകരം ചില സ്ഥലത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വേരിയേഷൻ കൂടുതൽ ആയിട്ടുണ്ടാവുക. അത്തരം സെൻറ്റേഴ്സിൽ സ്കാറ്ററിങ് ചെയ്യാനുള്ള, ലൈറ്റിന് സ്കാറ്റർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് റാലെ സ്കാറ്ററിംഗ് എന്ന് പറയും. അതിൻ്റെ സ്കാറ്ററിംഗ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, റാലെ സ്കാറ്ററിംഗ് ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് ദ ലാംഡ. റാലെ സ്കാറ്ററിംഗ് ലോ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേവ് ലെങ്ത് കൂടുന്തോറും സ്കാറ്റർ ചെയ്യുന്ന പോസിബിലിറ്റി കുറയും. സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റി, അതായത് ഇൻറ്റൻസിറ്റി കുറയും. എന്താണ് പറഞ്ഞത്? വേവ് ലെങ്ത് കൂടുന്തോറും സ്കാറ്റർ ചെയ്യുന്ന കുറഞ്ഞ സ്കാറ്ററിങ് നടക്കും. ഓക്കെ, സ്കാറ്ററിങ് നടക്കുന്നത് കുറവായിരിക്കും. So sharp variation in the refractive index due to inhomogeneity in the material, because glass fiber consists of randomly connected networks molecule and it is having mixture of many oxides such as silicon dioxide, germanium oxide, phosphorus oxide. അപ്പം ഈ ഗ്ലാസ്, അതായത് കോറ് നിർമ്മിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടാണ്. സിലിക്ക, ജെർമേനിയം ഓക്സൈഡ്, ഫോസ്ഫറസ് ഓക്സൈഡ് ഒക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ റാപ്പിഡ് ഫ്ലക്ച്വേഷൻ, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ റാപ്പിഡ് ഫ്ലക്ച്വേഷൻ, ചില ഭാഗങ്ങളിലൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറേയൊക്കെ ചെയ്യുന്ന സമയത്ത് അത്തരം സെൻറ്റേഴ്സിൽ സ്കാറ്ററിങ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്കാറ്ററിങ് നടക്കുമ്പോൾ ലൈറ്റ് നഷ്ടപ്പെട്ട് പോകും. അനദർ ലോസ് ഈസ് ദ റേഡിയേഷൻ ലോസ്. റേഡിയേഷൻ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ബെൻഡിങ് ഓഫ് ഫൈബർ. ബെൻഡിങ് ഓഫ് ഫൈബർ കൊണ്ടാണ് റേഡിയേഷൻ ലോസ് ഉണ്ടാകുന്നത്. രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മാക്രോസ്കോപ്പിക് ബെൻഡിങ് ഉണ്ട്, മൈക്രോസ്കോപ്പിക് ബെൻഡിങ് ഉണ്ട്. മാക്രോസ്കോപ്പിക് ബെൻഡിങ് എന്ന് പറഞ്ഞാൽ വലിയ തരത്തിലുള്ള ബെൻഡിങ്, അതായത് ഫൈബർ ഇറ്റ് സെൽഫ് ബെൻഡ് ചെയ്യുന്നതാണ് മാക്രോസ്കോപ്പിക് ബെൻഡിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ട്. എന്താണ്?
ടോട്ടൽ, അതായത് ഈ മീഡിയത്തിൻ്റെ ടോട്ടൽ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടിയ ആംഗിളിൽ ഓരോ റേയും വന്ന് പതിക്കണം. അപ്പോഴാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നിട്ടാണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ ബെൻഡിങ് നടക്കുന്ന സമയത്ത് ഈ ഫൈബറൊക്കെ നമ്മൾ ഒടിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ പോർഷനിൽ ഇതിൻ്റെ ഡയമീറ്ററിനെക്കാട്ടിലും കൂടുതൽ ബെൻഡിങ് ഉള്ള പോർഷനിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതായത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ ആംഗിളിൽ വന്ന് വീഴാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വന്ന് വീഴാത്തൊരവസ്ഥ വരുമ്പോൾ അത് റിഫ്രാക്റ്റ് ചെയ്ത് പുറത്തോട്ട് പോകും ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് നഷ്ടപ്പെടുന്നതാണ് റേഡിയേഷൻ ലോസ്, മാക്രോസ്കോപ്പിക് റേഡിയേഷൻ ലോസ് എന്ന് പറയുന്നത്. ഇനി ദർ ഈസ് മൈക്രോസ്കോപ്പിക് റേഡിയേഷൻ ലോസ് ഉണ്ട്. അപ്പോൾ അതുണ്ടാവുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു നോൺ യൂണിഫോമിറ്റീസ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ദ ഫൈബർ where of the light rays may leak through the fiber. അപ്പം ഇതുണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിലുള്ള ഡിഫക്റ്റ് മൂലം ആണ് ഇത്തരത്തിലുള്ള ലോസ് ഉണ്ടാകുന്നത്. അതായത് ക്ലാഡിംഗ് ഒക്കെ ഒരു റെഗുലർ ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ക്ലാഡിങ്ങിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തോളുന്നില്ല. അപ്പോൾ ഇതിലൂടെ റേഡിയേഷൻസ് ലീക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് മൈക്രോസ്കോപ്പിക് റേഡിയേഷൻ ലോസ്. ഇനി നമുക്ക് ഒരു കോഎഫിഷ്യൻസ്, അതായത് ലോസ്, അതായത് റേഡിയേഷൻ ലോസ്, സോറി നോട്ട് ദ റേഡിയേഷൻ ലോസ്, ഫൈബർ ലോസ് ആണ് അറ്റുന്യേഷൻ ലോസ് എന്ന് പറയുന്നത്. അതിലൊരു കോഎഫിഷ്യൻ്റ് ഡിഫൈൻ ചെയ്യാം, ആൽഫ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ പറഞ്ഞത് ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റൻസ് കൂടുന്തോറും റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും ബിക്കോസ് ഓഫ് മെനി റീസൺസ് വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നമുക്കൊരു കോഎഫിഷ്യൻ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു റേറ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനാണ് അറ്റുന്യേഷൻ കോഎഫിഷ്യൻ്റ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൺസിഡർ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ഓഫ് ലെങ്ത് എൽ ലെങ്ത് ഉള്ള ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ട്. If P in is the intensity with which the light is launched into the fiber, അപ്പോൾ ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി, അത് ഫൈബറിലേക്ക് കയറുന്ന സമയത്തുള്ള ഇൻറ്റൻസിറ്റി പി ഇന്നും പുറത്തോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി പി ഔട്ടും ആണെങ്കിൽ അറ്റന്വേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -1/L log 10 പി ഔട്ട് ബൈ പി ഇൻ. അതിൻ്റെ യൂണിറ്റ് ഇൻ ബെൽ പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഓക്കെ, ഇനി ഡെസിബെലിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ ആൽഫ ഈക്വൽ ടു -10 divided by L log 10 P out by P in decibel per kilometer, where P in and P out are the expressed in watts. ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എക്സ്പ്രസ് ചെയ്യുന്ന വാട്ടിലാണെങ്കിൽ അറ്റുന്യേഷൻ കോഎഫിഷ്യൻ്റ് നമുക്ക് ഇതുപോലെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ വി വിൽ ഡിസ്കസ് വാട്ട് ഈസ് എ പൾസ് ഡിസ്പേർഷൻ. ഓക്കെ, പൾസ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പൾസ് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൾസ് ബ്രോഡൻ ചെയ്യും, അതായത് സ്പ്രെഡ് ചെയ്ത് പോകും. ഓക്കെ, ആസ് ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദ ഫൈബർ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് പൾസ് ഡിസ്പേർഷൻ. ഓക്കെ, ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് എഫക്ട്സ് വിച്ച് ലീഡ്സ് ടു പൾസ് ഡിസ്പേർഷൻ, ആൻഡ് വൺ ഈസ് ദ ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ. ഓക്കെ, വൺ ഈസ് intermodal dispersion. Intermodal dispersion എന്ന് പറഞ്ഞാൽ ഇൻ മൾട്ടിമോഡ് ഫൈബേഴ്സിലാണ് ഇത് സംഭവിക്കുന്നത്. ഡിഫറെൻറ്റ് റേസ് ടേക്ക് ഡിഫറെൻറ്റ് ടൈം ടു പ്രൊപ്പഗേറ്റ് ത്രൂ എ ഗിവൺ ലെങ്ത് ഓഫ് ദ ഫൈബർ. അതായത് ഇന്റർമോഡൽ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിമോഡ് ഫൈബേഴ്സിലാണ് നടക്കുന്നത്. മൾട്ടിമോഡ് എന്ന് പറഞ്ഞാൽ മെനി മോഡ്സ് ഉണ്ടാവും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം അതിൽ ഉള്ള ഡിഫറെൻറ്റ് റേസ് ടേക്ക് ഡിഫറെൻറ്റ് ടൈം ടു പ്രൊപ്പഗേറ്റ് ത്രൂ ദ ഫൈബർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പല റേസും പല ടൈമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്പേർഷൻ പറയുന്ന പേരാണ് ഇന്റർമോഡൽ ഡിസ്പേർഷൻ, ബിക്കോസ് ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഡിഫറെൻറ്റ് മോഡ്സ് ട്രാവലിംഗ് വിത്ത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് വെലോസിറ്റീസ്. അതായത് ഓരോ മോഡിനും ഡിഫറെൻറ്റ് ഗ്രൂപ്പ് വെലോസിറ്റിയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, പൾസ് ഡിസ്പേർഷൻ ഇൻ സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടിമോഡ് ഫൈബർ. സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടിമോഡ് ഫൈബറിലുള്ള പൾസ് ഡിസ്പേർഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, ദ ടൈം ടേക്കൺ ബൈ എ റേ ടു ട്രാവേഴ്സ് എ ലെങ്ത് എൽ ഓഫ് ദ ഫൈബർ വുഡ് ബി, അതായത്
ഒരു റേ എൽ ലെങ്ത്തുള്ളൊരു ഫൈബർ ട്രാവൽ ചെയ്യാൻ വേണ്ട ടൈം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് c/n1 ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് പറഞ്ഞാൽ l/cos θ ആണ്. അതിൻ്റെ ലെങ്ത് അല്ല, ശരിക്കും എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് l/cos θ. ബിക്കോസ് ഫൈബറിനുള്ളിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഇവിടുന്ന് വന്നു ഇങ്ങോട്ട് വീണു അല്ലേ. അപ്പോൾ ലെങ്ത്ത് ഇതാണെങ്കിലും എഫക്റ്റീവ് ലെങ്ത്ത്, ഇത് കവർ ചെയ്യുന്ന പാത്ത് പറഞ്ഞാൽ ചെരിഞ്ഞ പാത്താണ്. അപ്പോൾ ഒരു cos θ കമ്പോണൻറ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. കാര്യം ഇങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടേക്കുള്ള പ്രൊജക്ഷൻ നോക്കണം. അപ്പോൾ ഇത് ലെങ്ത്ത് എല്ലാണെങ്കിലും ഈ ആക്ച്വൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ബെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ആ ബെൻഡ് ചെയ്ത് പോകുന്നത് കൂടി അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് l/cos θ. അപ്പോൾ അങ്ങനെയാണ് ടൈം ടേക്കൺ ബൈ ദ റേ ടു ട്രാവൽ എ ലെങ്ത് L എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പ്രഷൻ വന്നത്. ഓക്കെ, സി എന്നാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ്, n1 എന്ന കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. Now if we assume that all the rays lying between 0 to θ0, acceptance angle ആണ്, സോറി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്ന ക്രിട്ടിക്കൽ ആംഗിൾ ആണെന്ന് വയ്ക്കാം, cos ഇൻവേഴ്സ് n2/n1. Now മിനിമം ടൈം എന്ന് പറയുന്നത് ഇത് θ0 ആവുന്ന സമയത്ത്. സോ θ0 ആകുമ്പോൾ cos 0 1 വരും, n1l/c വരും. മാക്സിമം ടൈം എന്ന് പറയുന്നത് θc ആവുന്ന സമയത്താണ്. സോ θc ആവുന്ന പറയുന്നത് cos ഇൻവേഴ്സ് n2/n1 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു n1² l/c(n2) എന്ന് വരും. ഓക്കെ, നൗ ഈ രണ്ട് ടൈം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് Tmax - Tmin എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ വരും, n1l/c n1/n2 - 1. ഇത് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഇൻഡെക്സ് ആണ്. So you can replace it n1l c into delta. Okay, now the duration delta tau എന്ന് പറയുന്നത് ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും, l/2n1c into numerical aperture square. Okay, so the delta ti represents the pulse dispersion as intermodal dispersion due to different rays taking different times in propagating through the fiber. അപ്പോൾ പല റേസും പല ഗ്രൂപ്പ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഡിസ്പേഷനാണ് ഇൻ്റർമോഡൽ ഡിസ്പേഷൻ. ഓക്കെ, ഇനി ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ മൾട്ടിമോഡ് ഫൈബർ ആണെങ്കിൽ അവിടെയുള്ള പൾസ് ഡിസ്പേഷൻ്റെ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, l/8c(n1³ numerical aperture raised to 4. Okay, now you can have a material dispersion. Okay, material dispersion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ this dispersion is occurring because of the intrinsic property of the material of the fiber. ഫൈബർ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി കാരണം ഉണ്ടാകുന്ന ഡിസ്പേഷനാണ്. ഒരു ഗിവൺ ലൈറ്റ് സോഴ്സ്, ഒരു ലൈറ്റ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് കൊടുക്കുന്ന ലൈറ്റിൽ പല വേവ് ലെങ്ത്സ് ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് ഡിഫറെൻറ്റ് ടൈമിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാകുന്ന ഡിസ്പേഷനാണ് മെറ്റീരിയൽ ഡിസ്പേഷൻ. ബിക്കോസ് ഓരോ വേവ് ലെങ്ത്തിനും ഗ്രൂപ്പ് വെലോസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പൾസ് ഡിസ്പേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ടൗ എന്ന് പറയുന്നത് എൻ്റെ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, -L delta λ/λc into λ² d²n/d λ². Well, L is the length of the fiber, delta L is the spectral width of the source, c is the speed of the light in vacuum, n is the refractive index of the medium. Okay, now another one, you have a intramodal dispersion. So intramodal dispersion എന്ന് പറഞ്ഞാൽ സിംഗിൾ മോഡ് ഫൈബേഴ്സിലാണ്. അപ്പം അവിടെ പല മോഡ്സില്ല, സിംഗിൾ മോഡേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഫൈബറിൽ spot light of the fundamental mode itself depends on the wavelength and is called intramodal dispersion. Spot light spot size, അതായത് ലൈറ്റിൻ്റെ സ്പോട്ട് സൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വേവ് ലെങ്ത്തിനനുസരിച്ചാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഡിസ്പേഷനാണ് ഇൻട്രാമോഡൽ ഡിസ്പേഷൻ. ഓക്കെ, അടുത്തതായി നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. അതിൽ ഓരോ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു
സ്കീമാറ്റിക് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വോയിസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ലൗഡ് സ്പീക്കർ വെച്ചിട്ട് വോയിസ് ഉണ്ടാക്കുന്നു. ആ വോയിസ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കും. അതായത് ഇൻഫോർമേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ കോഡ് ചെയ്തിട്ട് ഒരു കോഡർ ഉപയോഗിച്ച് കോഡ് ചെയ്തിട്ട് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ, അതായത് ലൈറ്റ് അതിന് ഈക്വലൻ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആയിട്ട് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ കൺവേർട്ട് ചെയ്യും. ഈ ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ ഒപ്റ്റിക്കൽ ഫൈബർ വെച്ചിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോർഷൻ ഇത്രയാണ്. ഇത് റിസീവർ പോർഷനാണ്. ഓക്കെ, റിസീവർ പോർഷനിൽ യു ഹാവ് എ ഫോട്ടോ ഡിറ്റക്ടർ. അപ്പോൾ വരുന്ന ലൈറ്റിനെ ലൈറ്റ് സിഗ്നൽ, അതായത് ഇൻഫോർമേഷൻ അടങ്ങിയിട്ടുള്ള ലൈറ്റിനെ ആദ്യം ഫോട്ടോ ഡിറ്റക്ടർ വെച്ച് മെഷർ ചെയ്തിട്ട് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റുന്നു. ഇലക്ട്രിക്കൽ സിഗ്നലിൽ നിന്നുള്ള നമ്മൾ ഇൻഫോർമേഷൻ ഡീകോഡ് ചെയ്യുന്നു. ആ ഡീകോഡ് ചെയ്ത ഇൻഫോർമേഷൻ അനലോഗ് ഫോമിലേക്ക് മാറ്റി. ഇത് ഒരു ഡിജിറ്റൽ ഫോട്ടോ ഡിറ്റക്ടറിൽ നമുക്കൊരു ഡിജിറ്റൽ സിഗ്നലാണ് കിട്ടുന്നത്, ബൈനറി സിഗ്നലാണ്. അതിനെ ഡീകോഡ് ചെയ്ത് ഇൻഫോർമേഷനെ അനലോഗ് ഫോമിലേക്ക് മാറ്റി പിന്നീട് അതൊരു സ്പീക്കർ വെച്ചിട്ട് അത് ഔട്ട്പുട്ടിലേക്ക് കേൾക്കുന്നു. ഓക്കെ, ഇതൊരു ട്രാൻസ്മിറ്റർ റിസീവർ സിസ്റ്റമാണ്. ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ്. ഓക്കെ, now other applications of optical fibers are sensing devices which senses the parameters like pressure, voltage, current, etc. Data link communication വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ട് ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. So there are several advantages for optical fiber communication. Carry large amount of information. Material used for the fabrication of optical fibers are cheap. Silicon dioxide and glass ഒക്കെ cheap-ആണ്. Cost per meter per channel would be lesser. Cost കുറവാണ്. Light weight ആണ്. Easy to transport. No interference since no light enter from outside. Interference effect കുറവായിരിക്കും. Okay. No disturbance in compared to metallic wires. No tapping of informations. Okay, informations extract ചെയ്ത് കൊണ്ടുപോകാനുള്ള പോസിബിലിറ്റി കുറവാണ്. No sparks are generated since their signals is optical. സ്പാർക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കുറവാണ്. കാര്യം സിഗ്നൽ എന്ന് പറയുന്നത് ലൈറ്റാണ്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ spicing of two fibers are highly expensive. രണ്ട് ഫൈബർ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. ഓക്കെ, മേ ബ്രേക്ക് വെൻ ബെൻഡ് ഇൻ വെരി സ്മോൾ കർവേച്ചർ. ഒടിയോ മടങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽസ് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ഓഫ് ഫൈബേഴ്സ് മേ ടേക്ക് പ്ലേസ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ വിച്ച് ലീഡ്സ് ടു ലോസ് ഓഫ് സിഗ്നൽ പവർ. ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്തും ഈ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഫൈബർ ഒപ്റ്റിക്കൽ സെൻസേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്, പലതരത്തിലുള്ള സെൻസേഴ്സ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ സ്ലാബ്, സ്ട്രൈപ്പ് വേവ് ഗൈഡ്സ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ്, ഫൈബർ മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചേഴ്സ്, ഇതെല്ലാം പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഒരു 1-2 ആപ്ലിക്കേഷൻസ് പഠിച്ചു വയ്ക്കാം. ലിമിറ്റേഷൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, so that's all about optical fiber communications and optical fiber in general. Thank you.